നമസ്കാരം. എൻ്റെ പുതിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ന്യൂസിലൻഡിനെ കുറിച്ചാണ്. ഏതോ ഒരു കലാകാരൻ വരച്ച പോലെ തോന്നിക്കുന്ന ഒരു ക്യാൻവാസ് ചിത്രം പോലെയുള്ള ഇത്രയും മനോഹരമായ ഒരു ദൃശ്യം ഭൂമിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ? ഇത് ന്യൂസിലൻഡിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു മനോഹര ദൃശ്യമാണത്. ഏകദേശം CE 1200 അല്ലെങ്കിൽ 1300 കാലഘട്ടങ്ങളിലാണ് പോളിനേഷ്യയിൽ നിന്ന് ഈ മാവോരി ജനത എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, പോളിനേഷ്യ എന്ന് പറഞ്ഞ ഐലൻഡാണ് പസഫിക് ഓഷനിൽ ചേർന്ന് കിടക്കുന്ന ഈ പോളിനേഷ്യൻ ദ്വീപിൽ നിന്ന് മാവോരി ജനത ന്യൂസിലൻഡിലേക്ക് കുടിയേറുന്നത് 1200 1300 ആ കാലഘട്ടങ്ങളിലാണ്. അവർ ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ ഈ നാട്ടിൽ അന്ന് ആദിവാസികളായിട്ട് കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്തിന് അവർ തന്നെ ഇട്ട പേര്, മാവോറികൾ ഇട്ട പേരാണ് ഉച്ചകാവോ. ഉച്ചകാവോ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ, മാവോറി ഭാഷയിലുള്ള ഒരു വാക്കാണ്. അവർ കണ്ടത് വെള്ളിമേഘങ്ങളുടെ നാട്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വെള്ളിമേഘങ്ങളുടെ നാട് എന്നാണ്. ഈ പുതുതായി വന്നിറങ്ങിയ മാവോറി ജനതയ്ക്ക് സ്വന്തമായ ഭാഷ, സംസ്കാരം, സാമൂഹ്യ വ്യവസ്ഥ, ജീവിത രീതികൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. സാധാരണ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മാവോറി ജനത ഒരു ഐലൻഡിൽ പോളിനേഷ്യൻ സമൂഹങ്ങളിൽ ജീവിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരം അവർ ന്യൂസിലൻഡിലേക്ക് പറിച്ചു നടുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ 2 ഐലൻഡുകൾ കൂടി ചേർന്നാണ്. ഒന്ന് സൗത്ത് ഐലൻഡ്, രണ്ടാമത് നോർത്ത് ഐലൻഡ്. ക്യാപിറ്റലാണ് വെല്ലിംഗ്ടൺ. പക്ഷേ ഓക്ലൻഡാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് മറ്റു കാര്യങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു നഗരം. ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഉയർന്ന കെട്ടിടങ്ങളുള്ളതും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഓക്ലൻഡാണ്. എല്ലാം കൊണ്ടും കൂടുതൽ വികസിച്ചിരിക്കുന്ന ഓക്ലൻഡാണ്. ഏറ്റവും കൂടുതൽ ആൾ തിങ്ങി പാർക്കുന്നതും മറ്റു കാര്യങ്ങളും ഈ ഓക്ലൻഡിലാണ് ഉള്ളത്. 1642 കാലഘട്ടങ്ങളിലാണ്, ഈ 42-41 ഈ ഡച്ച് നാവികനായ ഒരു അബ്ദുൾ ടാസ്മാൻ എന്ന് പറയപ്പെടുന്ന ഒരു നാവികൻ ന്യൂസിലൻഡ് കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു. ആദ്യത്തെ യൂറോപ്യൻ ഈ അബൽ ടാസ്മാൻ എന്ന് പറയുന്ന ഒരു സഞ്ചാരിയായിരുന്നു 1642. പക്ഷേ അബൽ ടാസ്മാൻ ന്യൂസിലൻഡിൽ ഇറങ്ങിയപ്പോഴും 1642 മാവോറികളുടെ ശക്തമായ എതിർപ്പ് കൊണ്ട് അവിടെ അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. കപ്പലുണ്ടായിരുന്നവരും അബൽ ടാസ്മാനും തിരിച്ചു പോകാനുണ്ടായത്. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് 1769 ഇംഗ്ലീഷ് ക്യാപ്റ്റനായ ജെയിംസ് കുക്ക് ഇവിടെ വന്നിറങ്ങുന്നത് ഈ ന്യൂസിലൻഡിൻ്റെ ചില ഭാഗങ്ങളിൽ. അവരാണ് കൂടുതലായിട്ട് ഇവിടെ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ വിജയിച്ചതെന്ന് വേണം പറയാം. പക്ഷെ പിന്നീടുള്ള കാലം സംഘർഷങ്ങളുടെ കാലമായിരുന്നു. അവിടെ വന്നിറങ്ങിയ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകളും മാവോറി ജനതയും തമ്മിൽ നിരന്തരമായ സംഘർഷത്തിലേക്ക് പോകാനുണ്ടായത്. രക്തച്ചൊരിച്ചിലുകൾ, ആയിരക്കണക്കിന് മാവോറികൾ കൊല്ലപ്പെട്ടു. എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെ ആയിരക്കണക്കിന് മാവോറി സാധാരണക്കാരായ മനുഷ്യർ മരിച്ചു വീഴതിന് ശേഷമാണ് ബ്രിട്ടീഷ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ എത്തുന്നതും ഒരു ഉടമ്പടിക്ക് തയ്യാറാവുന്നതും. അതായത് ഭൂമി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ് ശരിക്കും ഈ മാവോറികളും ബ്രിട്ടീഷ് അതോറിറ്റികളും തമ്മിൽ ആ കാലത്തുണ്ടായിരുന്നത്. 1845 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പുതിയ ഉടമ്പടി ന്യൂസിലൻഡിൽ നിലവിൽ വരുന്നത്. പക്ഷെ 1907 ന്യൂസിലൻഡ് ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഡൊമിനിയനായി അംഗീകരിക്കപ്പെടുന്നത്. 1907 1947 ന്യൂസിലൻഡ് ഒരു പൂർണ്ണമായ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. പക്ഷേ ക്വീൻ എലിസബത്ത് രാജ്ഞി രണ്ടാമനായിട്ടുള്ള ക്വീൻ എലിസബത്ത് രാജ്ഞി ഔപചാരികമായിട്ട് തന്നെ, ഫോർമലായിട്ട് തന്നെ ഈ ന്യൂസിലൻഡിൽ തലവനായിട്ട് പ്രഖ്യാപിക്കുന്നെങ്കിൽ പോലും ഭരണാധികാരം ശരിക്കും ന്യൂസിലൻഡ് സർക്കാരിന് തന്നെ ആയിരുന്നു അക്കാലത്ത്. 1893 ലോകത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത്. അത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണത്.
സ്ത്രീകളുടെ ശക്തി, സ്ത്രീകളുടെ അവസരങ്ങൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുക ഏക രാജ്യം അക്കാലത്ത് ന്യൂസിലൻഡായിരുന്നു. മറ്റ് പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. 1893 സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുകയും അവസാനം അത് നേടിയെടുക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഈ ന്യൂസിലൻഡ്. നമുക്കറിയാം, ഈ എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരി, ടെൻസിംഗ് ഇവരെല്ലാം തന്നെ 1953 കീഴടക്കുന്നത്. ഇവരെല്ലാം തന്നെ ന്യൂസിലൻഡുകാരായിരുന്നു. ഇതും കഴിഞ്ഞ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് 1987 മാവോറി ഭാഷയെ ന്യൂസിലൻഡ് ഔദ്യോഗികമായ ഒരു ഭാഷയായിട്ട് തന്നെ അംഗീകരിക്കുന്നത്. ഇന്നത്തെ ന്യൂസിലൻഡ്, അതായത് സൗത്ത് ഐലൻഡും നോർത്ത് ഐലൻഡും കൂടി ചേർന്ന ഈ ഐലൻഡ് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലസ്ഥാനം വെല്ലിംഗ്ടൺ, പക്ഷെ ഓക്ലൻഡാണ് പ്രധാനപ്പെട്ട നഗരം. ഇന്ന് ഇവിടെ മാവോറി കൾച്ചറും യൂറോപ്യൻ കൾച്ചറും സംയോജിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സംസ്കാരം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. ആടുകളുടെ നാട് എന്നാണ് ന്യൂസിലൻഡ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? മനുഷ്യരെക്കാൾ കൂടുതൽ ആടുകളാണ് ന്യൂസിലൻഡിലുള്ളത്. അതായത് ഓരോ മനുഷ്യനും ശരാശരി 5 ആടുകളെങ്കിലും ന്യൂസിലൻഡിൽ നിന്നുള്ള കണക്ക്. ഏത് പുൽമേടുകളിൽ നോക്കിയാലും ആയിരക്കണക്കിന് ആടുകൾ മേഞ്ഞു നടക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ന്യൂസിലൻഡിലാണ്. പക്ഷികളുടെ രാജ്യം എന്നുകൂടിയാണ് ഈ ന്യൂസിലൻഡ് അറിയപ്പെടുന്നത്. ലോകത്ത് മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ തരത്തിലുള്ള പക്ഷികൾ ന്യൂസിലൻഡിൽ നമുക്ക് എങ്ങും കാണാം. ഈ പക്ഷികളെ മറ്റ് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. കിവി ബേർഡ് എന്നറിയപ്പെടുന്ന അവിടുത്തെ ഒരു സാധാരണ പക്ഷിയാണ് ദേശീയ പക്ഷിയായിട്ട് ന്യൂസിലൻഡ് അംഗീകരിച്ചിട്ടുള്ളത്. അതായത് ദേശീയ പക്ഷി കിവി. കിവികളിൽ നിന്നാണ് അവിടുത്തെ നാട്ടുകാരെയും പൊതുവെ മറ്റു ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്. ലോർഡ് ഓഫ് ദി റിങ്സ് പലരും കണ്ടു കാണും, ഈ പ്രസിദ്ധമായ ഇംഗ്ലീഷ് മൂവി. ഇത് പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചത്, ഷൂട്ട് ചെയ്തത് ഈ ന്യൂസിലൻഡിന്റെ പല നഗരങ്ങളിൽ വെച്ചിട്ടാണ്. ഇന്നും ഈ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ കാണാൻ ധാരാളം ആളുകൾ ന്യൂസിലൻഡിലേക്ക് എത്താറുണ്ട്.
ന്യൂസിലൻഡിന്റെ ഏറെക്കുറെ 70-80% സ്ഥലങ്ങളും ഇന്നും കീഴടക്കാൻ പറ്റാത്ത ഉയർന്ന പർവ്വതങ്ങളും മനോഹരമായ കാടുകളും മറ്റ് പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ഇതെല്ലാം കൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന്. ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക. ഏറ്റവും സുന്ദരമായ ഭംഗിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ, പക്ഷേ ന്യൂസിലൻഡ് ഒന്നുകൊണ്ടും പുറയിലല്ല. മനോഹരമായ നീല തടാകങ്ങളും പച്ച നിറഞ്ഞ മലകളും കൊണ്ട് സമ്പന്നമാണ് ന്യൂസിലൻഡ്. ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുത്തരമേ നോക്കുള്ളൂ, ന്യൂസിലൻഡ്. ന്യൂസിലൻഡിന്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷന്റെ പ്രത്യേകത കൊണ്ട് ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഇന്ന് തെക്കേയറ്റത്ത് കിടക്കുന്ന ഈ ന്യൂസിലൻഡിലാണ് ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുക. നമുക്കറിയാം, December 31 കഴിഞ്ഞ് January 1 ആകുമ്പോൾ ഉള്ള ആ ന്യൂ ഇയർ ആഘോഷങ്ങൾ എല്ലാം തന്നെ ആദ്യം ആരംഭിക്കുന്നത് ഈ ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ്. ലോകത്തിന്റെ തന്നെ അഡ്വഞ്ചറസ് ക്യാപിറ്റലാണ് ക്വീൻസ് ടൗൺ. സൗത്ത് ഐലൻഡിലെ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ക്വീൻസ് ടൗൺ. ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ബഞ്ചി ജമ്പിങ്, സ്കൈ ഡൈവിങ്, ജെറ്റ് ബോട്ടിങ്, മറ്റു മഞ്ഞിൻ്റെ മുകളിലുള്ള ചില കളികൾ, ഇതിനെല്ലാത്തിനും ആളുകൾ വളരെ ദൂരെ നിന്ന് എത്തുന്നത് ഈ ക്വീൻസ് ടൗണിലേക്കാണ്. മിക്കവാറും എല്ലാ മലനിരകളും മഞ്ഞണിഞ്ഞ് മൂടിക്കിടക്കും, പ്രത്യേകിച്ച് ഒരു വർഷത്തിലെ 3-4 മാസം. എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ഈ സൗത്ത് ഐലൻഡിലുള്ള ക്വീൻസ് ടൗൺ. ക്വീൻസ് ടൗൺ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ലോകത്തിൻ്റെ തന്നെ അഡ്വഞ്ചറസ് ക്യാപിറ്റലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ വർഷവും സീസൺ ആകുമ്പോൾ, അതായത് വർഷത്തിലെ 3-4 മാസം മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന മലനിരകളിലേക്ക് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും സ്കീയിങ് ബോർഡുകളുമായിട്ട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റിക്കായി എത്തുന്നത് ഈ ക്വീൻസ് ടൗണിലേക്കാണ്. ബഞ്ചി ജമ്പിങ്, സ്കൈ ഡൈവിങ്, ജെറ്റ് ബോട്ടിങ്, അങ്ങനെ എന്തും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ സ്ഥലങ്ങളിൽ എപ്പോഴും വലിയ തിരക്കാണ്. ബഞ്ചി ജമ്പിങ് ആണ് കാണുന്നത്. അതായത് 50 അടി അല്ലെങ്കിൽ 100 അടി മേലെ നിന്ന് താഴേക്ക് ചാടുക. വളരെ അഡ്വഞ്ചറസ് ആയിട്ട് എത്രയോ ആൾക്കാർ, എക്സ്പെൻസീവ് ആണെങ്കിലും ധാരാളം ആളുകൾ എല്ലാ വർഷവും ദൂരെ നിന്ന് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എത്തുന്നത്. നഷ്ടമടിച്ചു പോകുന്ന ഗ്രാമഭംഗിയാണ് ന്യൂസിലൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ നോക്കിയാലും ഗ്രാമപ്രദേശങ്ങളുടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് അവസാനിക്കാത്ത അനന്തമായ പച്ചപ്പുകളാണ്. എവിടെ നോക്കിയാലും മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ന്യൂസിലൻഡിലെ ചില ആളുകൾ ആടുകളുടെ നാട് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. വല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയും അന്തരീക്ഷവും. പൊതുവെ ആളുകൾ അത്ര പ്രശ്നക്കാരല്ല, സൗഹൃദമാണ് അന്തരീക്ഷം. എങ്കിലും മാവോരി ഭാഗത്തിൽപ്പെട്ട പല ആളുകളും പലപ്പോഴും പലയിടത്തും നമുക്ക് വഴിയരികിലും മറ്റു സ്ഥലങ്ങളിലും കൃഷി അയച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്നതാണ് കേറ്റ് ഷെപ്പേർഡ്. സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ന്യൂസിലൻഡിൽ പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകയാണ് കേറ്റ് ഷെപ്പേർഡ്. ഇതാണ് വെല്ലിംഗ്ടണിലെ ന്യൂസിലൻഡ് പാർലമെന്റ്.
മെമ്പേഴ്സിനുള്ള ഇരിപ്പിടങ്ങളും സ്പീക്കറുടെ ചേംബേഴ്സുമാണ് മുമ്പിൽ കാണുന്നത്. വിസിറ്റേഴ്സിന് പാർലമെന്റ് പ്രവേശനം സൗജന്യമാണ്. പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. ഈ കാണുന്നതാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ. വില്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഈ കാണുന്നത്. നമ്മുടെ മഹാത്മാവിനെ വളരെ ആദരസൂചകമായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ് ന്യൂസിലൻഡ്. നീല തടാകങ്ങളും കടലോരങ്ങളും മനോഹരമായ പച്ചക്കുന്നുകളും മഞ്ഞു നിറഞ്ഞ പർവ്വതങ്ങളും. വാക്കുകൾ മതിയാകില്ല ന്യൂസിലൻഡിൻ്റെ ഭംഗി വിവരിക്കാൻ.